നമ്മുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന ഒരു ചിത്രമാണ് കാണ്ടമാലിലെ ഒരു ദേവാലയത്തിന് മുകളിൽ കയറി കുരിശ് തകർക്കുന്ന ഒരു വ്യക്തി. കയ്യിലിരുന്ന കൂടം കൊണ്ട് കുരിശ് തകർക്കുക മാത്രമല്ല, അവിടെ മറ്റൊരു കൊടി അയാൾ ഉയർത്തുന്നുമുണ്ട്. 2 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ഈ വ്യക്തിക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ഹൃദയത്തിൽ ഇന്നും ആ ഓർമ്മകളുണ്ട് കാണ്ടമാലിലെ ക്രൈസ്തവർക്ക്. കത്തിപ്പോയ ദേവാലയങ്ങളും ക്രിസ്തീയ ഭവനങ്ങളും, ഒരു പറ്റം അക്രമികളുടെ ക്രൂരമായ വേട്ടയാടലിൻ്റെ ഓർമ്മകൾ. ഭയം കൊണ്ട് ഓടിയൊളിച്ച കാട്ടിൽ നിന്നും മടങ്ങി വരുമ്പോൾ കാണുന്നത് സങ്കടകരമായ കാഴ്ചകൾ. ഒഡീഷയിലെ കത്തോലിക്ക ദേവാലയത്തിലെ വികാരി ഫാദർ സോണി സിറിയക്കിൻ്റെ വാക്കുകൾ. ആൾക്കാർ 10,000-2000 ആൾക്കാർ ഇവിടെ വന്നിരുന്നു ഇതിന്, ഈ പള്ളി തകർക്കാനൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് ഒരു പയ്യൻ പള്ളിയുടെ മുകളിൽ കയറി, പിനക്കലിൽ കുരിശിൻ്റെ മുകളിൽ കയറി ഒരു ചെറിയ മഴുവെടുത്ത് ആ കുരിശ് തകർക്കാനായിട്ട് നോക്കി. കുട്ടി 2-3 പ്രാവശ്യം ഒട്ടും നടന്നില്ല. പിന്നെ താഴ്ന്ന് ഒരു സാഫ്രൻ ഫ്ലാഗ് മുകളിലേക്ക് ഇട്ട് കൊടുത്തു. അവൻ ആ ഫ്ലാഗ് എടുത്ത് കെട്ടാനായിട്ട് നോക്കിയപ്പോൾ കയർ കൊണ്ടുപോയില്ല. പുള്ളിയുടെ ലുങ്കി എടുത്ത് അവൻ സാഫ്രൻ ഫ്ലാഗ് കുരിശയിൽ കെട്ടിവെക്കുകയാണ് ഉണ്ടായത്. ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പം അവനെ ഒന്ന് കണ്ട് പരിചയപ്പെടാം, ഒരു ശാന്തി സംബന്ധം പുനഃസ്ഥാപിക്കാനായിട്ട് ഞങ്ങൾക്കൊരു പ്രചോദനം കിട്ടി. ഇപ്പം ഞങ്ങൾ ആൾക്കാരോട് ചോദിച്ചു അവനെ കാണാൻ വഴിയുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവന് അസുഖമായിട്ട് കിടപ്പാണ്. കുറെ കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ അവൻ മരിച്ചെന്നും കേട്ടു. അതുകൊണ്ട് അവനുമായിട്ട് സംസാരിക്കാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല. ഈ പള്ളി തകർത്തപ്പോൾ ഒരു പയ്യൻ മുകളിലേക്ക് കയറി താഴെ തൊട്ട് ഗ്രില്ല് പോലത്തെ വെന്റിലേഷൻ ഉണ്ടായിരുന്നു. അതെല്ലാം തകർത്ത് മുകളിലേക്ക് പോയപ്പോൾ ഈ താഴത്തെ എല്ലാം കുറേ തകർത്തു കയറാനായിട്ട്, കുരിശിൻ്റെ മുകളിൽ കയറാനായിട്ട്. ആ തകർത്ത ഭാഗങ്ങൾ ഞങ്ങൾ കല്ലുകൊണ്ട് അടച്ച് കർത്താവിൻ്റെ രൂപം, കർത്താവ് പിള്ളേരുടെ കൂടെ ഇരിക്കുന്ന ആ രൂപം അവിടെ സ്ഥാപിച്ചു. ആ കുരിശിൻ്റെ മുകളിലാണ് ആ പയ്യൻ കയറി സാഫ്രൻ ഫ്ലാഗ് കെട്ടിയതും ലുങ്കി കൊണ്ട് അത് കെട്ടി ഉറപ്പിച്ചത്. ഈ സംഭവങ്ങളിൽ നിന്ന് നമ്മൾ കാണുന്ന ഒന്നാണ്, പള്ളിക്ക്, നമ്മുടെ സഭയ്ക്ക് എത്ര അടി കിട്ടിയാലും അത് കർത്താവ് ഉയർത്തെഴുന്നേറ്റ പോലെ 2-3 വർഷം കൊണ്ട് ഈ പള്ളിയും കാര്യങ്ങളും പള്ളിക്കൂടമായി, സെമിനാരിയായി. ഇപ്പോൾ 15 വർഷമായി ഞാൻ ഓൾറെഡി 2 അച്ഛന്മാര് ആയി ഇവിടെ ഞങ്ങളുടെ സഭയിൽ. ഇപ്പോൾ 3 പേര് ഡീക്കൻസ് അച്ഛന്മാരുണ്ട്. ഇങ്ങനെ പള്ളി വളർച്ചയാണ് കാണുന്നത്. അതുപോലെ തന്നെ ആൾക്കാരും, ഞങ്ങൾ 5 കുടുംബത്തെ തുടങ്ങിയതാണ്, ഇപ്പം 350 കുടുംബമുണ്ട് ഈ പരിസരങ്ങളിലെല്ലാം. എല്ലായിടത്തും സഭ ഇങ്ങനെ വളരുന്നു.